അങ്ങനെ ഗൈസ് നമ്മൾ പോയി ഇപ്പോൾ ആശുപത്രിയിൽ നിന്നിട്ട് 2 days ആയി. കാക്കൂറ്റും കഞ്ഞി സാധനം വാങ്ങാൻ പോലെ അവിടെ എവിടെ ഏറ്റുള്ളി ആ കൊണ്ട് പോകണോ ഒരു വെള്ളക്കുപ്പായത് ഉണ്ടോ പോകണോ ഗൈസ് അവിടെ വൈറൽ ബിരിയാണി ഒരു കഞ്ഞി സാധനം വാങ്ങാൻ പോയി. ഞാനും എൻ്റെ മമ്മിയും എന്താത്തെയും പോലെ നടക്കാൻ ഇറങ്ങി. അപ്പം മക്കളെ ഇന്ന് 4ാമത്തെ ദിവസമാണെന്ന് വൈകുന്നേരം 4 മണി നേരെ ലേബർ റൂമിൽ കൊണ്ടുപോയിട്ട് മരുന്ന് വെക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പം നേരെ ലേബർ റൂമിലേക്ക് പോകുന്നു കേട്ടാ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ രാത്രി 12 മണി. കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇമ്മച്ചി പ്രസവിച്ചു. പെൺകുഞ്ഞാണ്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു അനിയത്തി ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ രാത്രി എത്ര ടൈം 12:34 കുട്ടി ഉണ്ടായി പറഞ്ഞു. പെൺകുഞ്ഞാണ്. രണ്ടാക്കും കുഴപ്പമൊന്നുമില്ലാന്ന് കരുതുന്നു. ഞാനെന്നാൽ ഇല്ലാന്ന് തോന്നുന്നു. വെച്ചിട്ട് എത്ര ആരോഗ്യം കൊള്ളില്ല. കുട്ടീനെയും കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇപ്പം നിസ്കരിച്ചിട്ട് പോയേ. ഇപ്പം എന്താ തോന്നുന്നു? ഇപ്പം നിസ്കരിച്ചാൻ പോയി. വളരെ സന്തോഷമായി. അങ്ങനെ 9 മാസം ആറ്റ് നോറ്റ് അങ്ങനെ ഉണ്ടാക്കിയൊരു കുട്ടി. അത് ഞാനും കാക്കും കുറേ കാത്തു നിന്നു. എല്ലാവർക്കും സന്തോഷമായി. രാത്രി 12 മണിക്ക് ഞങ്ങൾ നോക്കിയിട്ട് 4:30 കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും തന്നെ ആണ് എന്താ പറയുക, നല്ല സന്തോഷമായിക്കണം, അത്രേ പറയാനുള്ളൂ. അപ്പോൾ കുട്ടീൻ്റെ ഫോട്ടോ കുട്ടീൻ്റെ ഇതൊക്കെ എടുക്കട്ടെ. ഇവിടെ ഉണ്ടോ? അൽഹംദുലില്ലാ റാഹത്തായിട്ട് നമ്മളെ സുന്ദരി വന്നിക്കണ്. സുന്ദരിനെ കണ്ട സന്തോഷത്തിലാണ് സബക്ക് ഇരിക്കുന്നത് അല്ലേ? സബക്കിരി കുഞ്ഞഞ്ചത്തി സുബിക്കിരി ഇല്ല കാര്യണ്ടോ. മറ്റു ടർക്കി ഇടണി. ആ മറ്റു ടർക്കി കൊടുക്കണ്ട നമ്മള്. ഒരു ഉപ്പാണോ ചോദിച്ചോക്കട്ടെ. ഒരു കഴിച്ചപ്പോ കുറച്ചേരം കഴിഞ്ഞാൽ കൊണ്ടുപോകും. മുല കൊടുക്കണ്ടേ? ചുന്ദരിയെ ഇവിടെ ഇരിക്കുക. നീ ഇവിടെ ഇരിക്കുക. ഇച്ചു ഒന്ന് വീഡിയോ എടുക്കട്ടടാ. ഇജിപ്പുറത്തേക്കുന്നോ? നമ്മൾ ടർക്കി എടുക്കണം കേട്ടോ. ചുന്ദരിയെ ചുന്ദരിയാണ്. ശവാ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഇവര് വെച്ചെടുത്ത പാട്ട് ഇപ്പൊ വീണ്ടും വെച്ചെടുത്തിട്ട് ആള് ചിരിച്ച് കിടക്കാണ്. വന്നിട്ട് അള്ളാന്റെ ഭൂമിയിൽ എത്തിയിട്ട് ആകെ 1/2 മണിക്കൂറായിട്ടുള്ളൂ. ആ പാട്ട് കേട്ട് ചിരിച്ചാണ്. നാളെ തൊപ്പിയാണ് വിളിച്ചീനെ പേര് വിളിച്ചപ്പോ എന്താ വിളിച്ചീന്? എന്റെ മാന് വെറുതെ വിളിച്ച റാവുനു സുബി ഒക്കെ ഞങ്ങളോട് റൂമിൽ വേണമെങ്കിൽ പെയ്ക്കൂലാണ് കേട്ടോ. ഞങ്ങൾ റൂമിൽ പോകാതിരുന്നേനെ. അപ്പോൾ മുത്തുമുടി വന്നിട്ട് പുറത്തേക്കായിട്ട് നമ്മൾ പോവാന്ന് പറഞ്ഞിരിക്കണം. പിന്നെ പിള്ളേര് നേരെ ലഡു കൊണ്ട് ഇറങ്ങിക്കണേ. വല്ല കുഞ്ഞാറ്റൻ്റെ പരിപാടിയുമായിട്ട് നേരെ പോവും. നമ്മൾ റിസപ്ഷനിലേക്ക് പോവാ. റിസപ്ഷൻ നമുക്ക് കൊടുത്തു മേൽക്കാം. കൊടുത്തിട്ടില്ലെങ്കിൽ പണി കിട്ടും. ആ ഗൈസ്, നിങ്ങൾക്കും ഞങ്ങൾ ലഡു തന്നിരിക്കുന്നു അല്ലേ? കയറിക്കോളൂ. വല്ല പോ അത് ചാടിച്ചത് പൊന്നോ. ലഡു ചാടരുതേ. ഓക്കെ. ആ വെക്കണല്ലേ. നമ്മൾ നേരെ ഇതിൽ കിടക്കാൻ
ആ ചേച്ചി കൊടുക്കി ഏ എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇന്നലെ നിങ്ങൾ കുട്ടീനെ കാണാൻ വരാറിന് പോയതല്ലേ? രാവിലെ വരാന്നല്ലേ പറഞ്ഞു. ആ ഓക്കെ, മധുരത്തിലായിക്കോട്ടെ പരിപാടി. നിങ്ങളെ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ ചെറിയൊരു യൂട്യൂബറുണ്ട്. ആ ചേച്ചി കൊടുക്കി. ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. ആ ഇവിടെ ഇനി റിസപ്ഷനിൽ ആർക്കൊക്കെ വെച്ചാൽ എടുത്തേക്ക്. ആ ആയിക്കോട്ടെ. നമ്മളെ ലാബ് ഇവിടെ ആരുണ്ടാവുക ഉണ്ടോ? ഇത് മൂന്നാമത്തെ. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ആയി. 2 പെൺകുട്ടി പിന്നെ ഒരു ആൺകുട്ടി. ആ ഞങ്ങളിത് യൂട്യൂബിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ? അവരെത്ര ആളുണ്ട്? ഒരു 3 എണ്ണം അവിടെ എടുത്തുവെച്ച്. ആ കൊടുത്തോളി. ഇവിടുത്തെ സ്റ്റാഫിനാണ് ആദ്യം കൊടുക്കണത് ഞങ്ങള്. ഇവിടേക്കുള്ള ആൾക്കാർക്ക് ആ ലാബിന്റെ ഉള്ളിലേ ലാബല്ല മറ്റേതുണ്ടല്ലോ. ആ അയ്യോ അതെവിടെ? ഫസ്റ്റ് ഫ്ലോറിൽ വാർഡുണ്ടോ? എന്നാ വാ. ഓക്കെ അതാ വരുന്ന നമ്മളെ സിസ്റ്റർ കഴിക്കൂ. ഇതിലെ പോവാ വാർഡിലല്ലേ? അല്ല ഒരു മിനിറ്റ് സിസ്റ്ററാ, നിങ്ങൾ പിന്നെ ഇവിടുന്ന വരുന്നേ? പ്രസവ വാർഡിൽ വരുന്നേ? അല്ല ആ ഓക്കെ. സുബിന്ന വാ. റൗണ്ട്സ് ഉണ്ട് അത്ര. മുന്താസ് ഡോക്ടർ വന്ന് നിൽക്കണം. അതിന് മുന്താസ് ഡോക്ടർ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലുണ്ടോ? ഒപ്പിയില്ല. ഓക്കെ എന്നാ വാ റൂമിൽ. ഇനി റൗണ്ട്സ് നടക്കുന്നത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ കയറിക്കോ. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിന് കൊടുത്തു പോവാം. അവിടെ കുറേ ആൾക്കാരുണ്ടോ? അവിടെ മേലത്തെ സിസ്റ്റേഴ്സ് ഉണ്ട്, അറിയോ? എത്ര ഉണ്ട്? ഓൽക്കും കൂടി ഒന്ന് കൊടുക്കും നിങ്ങൾ? ആ എന്നാൽ അവർക്കെല്ലാം കൂടി എടുത്തോളൂ. എന്നാൽ പിന്നെ അങ്ങോട്ട് വരണ്ടല്ലോ. 2 പേപ്പർ നിർത്തി വെച്ചോളേ. ആ അങ്ങനെ ഓരോന്ന് സഹായിക്കും. പ്ലേറ്റ് ശരിയാണ് കേട്ടോ പിന്നെ. ചേച്ചി ഒരു ലഡു കഴിച്ചിട്ട് പോവാ. ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിരിക്കണം. പെൺകുട്ടി ഇനി നേരെ പോവാം. കിടക്കുന്ന പാറു സുന്ദരിപ്പാറോ പാരോ വീട്ടിൽ പോണ്ടേ? പാരുവോ സുന്ദരിപ്പാരോ? ഈ 2 സുന്ദരികളും ഇവിടെ സദാസമയം സജ്ജമാണ് അല്ലേ? പാറുവിനെ നോക്കി കുത്തിരിക്കാൻ വെച്ച് ഇവിടെ നമ്മളെ സുബിത കട്ടിലോട്ടെന്ന് വരുന്നേ. ഓ ഇതെന്താ ഭീകരനാവും, തീവ്രവാദി. ഇത് നമ്മളെ പച്ചമാൻ ഇവിടെ കിടന്നിറങ്ങുകയാണ്. മാൻ ഗുഡ് മോർണിംഗ്. നേരെ 12 മണി. താടി വീശി വെട്ടാൻ പോണ്ട, ഞായറാഴ്ച അല്ലെന്ന്. അയ്യോ തുണിയൊന്നും പോക്കല്ലേ, ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ എടുത്തു. എന്തിനാറുണ്ട് ആ വളർന്ന് കാണിച്ചാന് നമ്മളെ കുഞ്ഞുമാവിനെ കാണിച്ചു നോക്കട്ടെ. ചുന്ദരിയെ സുന്ദരി. ഓ തോക്കും പീരങ്കിയൊക്കെ തന്നെ രാജ്യത്തിനെ കൊടുക്കുന്നതിന് മൊത്തെന്താ കേട്ടോ? സുഖമല്ല എനിക്ക്? എനിക്ക് ഡെലിവറി എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നു? പറയൂ. പരമസുഖം.
ഇത്ര എന്താണ് ജീവിതത്തിൽ ഇനി അനുഭവിച്ചാൻ ഒന്നും ബാക്കിയില്ല. ആ ഡയലോഗ് എന്നോട് അവിടെ നിന്ന് വന്നിട്ട് പറഞ്ഞു. ഇവരെ രണ്ടാളെ പ്രസവത്തിന് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എന്നാണ്. എൻ്റെ കുട്ടി കനല്ല എന്ന കാര്യമാണ്. അതിൽ ഫുഡ് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങനെ കുട്ടി കനം കൂടിയപ്പോൾക്ക് പിന്നെ ഡെലിവറി ആയപ്പോൾ കിടങ്ങാറായിക്കണം. പാറു നല്ല ഉറക്കല്ലേ? ആയിക്കോട്ടെ.